അഴിമതി ആരോപണ വിധേയരായവർക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. പാർട്ടിയെ പിളർത്തുമെന്ന സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ശക്തമായ ഇടപെടലിന് മുന്നിൽ ഹൈക്കമാൻഡും KPCC അധ്യക്ഷൻ VM സുധീരനും തലകുനിക്കുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ മുസ്ലിം ലീഗിലൂടെ ഉമ്മൻചാണ്ടി നടത്തിയ സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് പകച്ചുപോയി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് അല്പസമയത്തിനകം ചേരും. ഉമ്മൻചാണ്ടിയുടെ നാടകീയമായ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ഹൈക്കമാൻഡിനെ മുട്ടുകുത്തിച്ചത്, ഒപ്പം VM സുധീരനെയും മുട്ടുകുത്തിച്ചത്. സന്തോഷ്, 4 ഘട്ടങ്ങളിലായി വേണം ഉമ്മൻചാണ്ടിയുടെ തന്ത്രങ്ങളെ വേണമെങ്കിൽ കാണാൻ. ആദ്യം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് ഉമ്മൻചാണ്ടി ഒരു ഉപാധി ഹൈക്കമാൻഡിന്റെ മുന്നിൽ വെച്ചു. പിന്നീട് രാജ്യഭീഷണി മുഴക്കി. അതിനുശേഷം ലീഗ് നേതാക്കളെ ഇടപെടുവിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ചെലുത്തി. അവസാന അറ്റ കൈയെന്ന നിലയിൽ പാർട്ടി പിളർത്തുമെന്ന ഭീഷണിയും മുഴക്കി. ഇതിനെല്ലാം മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഒപ്പം പരാജയപ്പെട്ടത് VM സുധീരനും. വിശദാംശങ്ങൾ. ഹരി, ഉമ്മൻചാണ്ടി ആകട്ടെ തന്റെ എല്ലാ ശ്രമങ്ങളും പരമാവധി ശ്രമങ്ങളും നടത്തി. അതിൽ ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള ചില ഭീഷണികളും ഉമ്മൻചാണ്ടി ഉയർത്തി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പിളർത്തും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഈ 5 പേരെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ A ഗ്രൂപ്പുമായി താൻ പാർട്ടി പിളർന്ന് പുറത്തേക്ക് പോകുമെന്നും മുൻ ചില പരീക്ഷണങ്ങൾ ഹൈക്കമാൻഡ് ഓർക്കണമെന്നും ഉമ്മൻചാണ്ടി ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ ഉന്നയിക്കുകയുണ്ടായി. ആ ഭീഷണിക്ക് മുമ്പിൽ ഹൈക്കമാൻഡിന് വഴങ്ങാതെ മറ്റു വഴികളില്ലാതായി പോയി. കാരണം ആ വഴികളൊക്കെ എങ്ങനെ അടയ്ക്കാൻ കഴിയുമെന്ന് ഹൈക്കമാൻഡ് ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഉമ്മൻചാണ്ടി കേരളത്തിൽ എത്തിയിട്ട് നടത്തിയ ചില നീക്കങ്ങളും ഹൈക്കമാൻഡ് വീക്ഷിച്ചു. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലായി. എന്ന് മാത്രമല്ല, ലീഗിനെ കൂടി പ്രശ്നത്തിൽ ഇടപെടുവിച്ചു. പാർട്ടി പിളർത്തുന്നു എന്നതിനോടൊപ്പം ഇനി UDF-നോടൊപ്പം ഉണ്ടാകില്ല എന്ന് ലീഗിന്റെ ഭീഷണിയും വന്നു. ഇത് രണ്ടും കൂടി ആയതോടുകൂടി ഹൈക്കമാൻഡ് പൂർണ്ണമായും ഉമ്മൻചാണ്ടിക്ക് വഴങ്ങി. ഉമ്മൻചാണ്ടി താല്പര്യപ്പെടുത്ത എല്ലാ സ്ഥാനാർത്ഥികളെയും, പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ ബെന്നി ബെഹനാൻ, കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ, തൃപ്പൂണിത്തുറയിൽ K ബാബു, കോന്നിയിൽ അടൂർ പ്രകാശ്, ഇരിക്കൂറിൽ KC ജോസഫ് എന്നിവർ തന്നെ സ്ഥാനാർത്ഥികളായി വരും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്ഥാനാർത്ഥി ലിസ്റ്റ് AICC പുറത്തിറക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് യാതൊരു തരത്തിലും പ്രശ്നം ഉണ്ടാകാത്ത തരത്തിലുള്ള ലിസ്റ്റ് ആയിരിക്കും പുറത്തു വരിക. VM സുധീരനാകട്ടെ ആകെ നാണം കെട്ട് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. VM സുധീരൻ അവസാനം മാധ്യമങ്ങളോട് പറഞ്ഞത് ഹൈക്കമാൻഡ് പറഞ്ഞത് താൻ അംഗീകരിക്കും എന്ന നിലപാടായിരുന്നു. എന്തായാലും VM സുധീരൻ ഇതുപോലുള്ള ക്ഷീണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡ് തന്നോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച സ്ഥിതിയിൽ മുന്നോട്ട് പോയി. ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി VM സുധീരനോടൊപ്പം തന്നെ നിന്നു. പക്ഷെ ഭീഷണികൾ, ഉമ്മൻചാണ്ടി അത്രയേറെ കനത്ത ഭീഷണിയിലെ കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഹൈക്കമാൻഡിലെ ചില ഉന്നതർ തന്നെ പറഞ്ഞത് പല സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ പിന്നീട് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നേതാക്കളെ വിളിച്ചിരുത്തി സംസാരിച്ചാൽ ഒരു സമവായം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ സോണിയാഗാന്ധി നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ നേതാക്കൾ അംഗീകരിക്കുകയാണ് പതിവ്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ചർച്ചയിൽ അതുണ്ടായില്ല. മുതിർന്ന നേതാവ് മല്ലികാർജുന ഖാർഗെ പോലും ഈ തരത്തിലുള്ള അസംതൃപ്തി ഉമ്മൻചാണ്ടിയോട് നേരിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. AICC-യിലെ മറ്റു മുതിർന്ന നേതാക്കൾ ഇതിലുള്ള പ്രതിഷേധവും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി തന്നെ പലപ്പോഴും നിരാശനായാണ് ഈ തീരുമാനത്തെ കണ്ടതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സന്തോഷ്, ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ സുധീരന് മാത്രമല്ല ക്ഷീണം എന്ന് തോന്നുന്നു. കാരണം I ഗ്രൂപ്പിനെ പോലും നിഷ്പ്രഭനായി ആക്കി കളഞ്ഞു ഉമ്മൻചാണ്ടി ഒരു ചെറിയ നീക്കത്തിലൂടെ. കാരണം പാർട്ടി പിളർത്തുമെന്ന വലിയ ഭീഷണിയാണ് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിന് മുന്നിൽ നിർത്തിയത്. ഒരുപക്ഷെ സുധീരൻ ഉമ്മൻചാണ്ടി എന്ന നിലയിലേക്ക് നേർക്കുനേർ വന്ന ഘട്ടത്തിൽ പോലും സുധീരന് പിന്തുണയുമായി പരോക്ഷമായി രംഗത്തുണ്ടായിരുന്ന I ഗ്രൂപ്പിനെ കൂടി ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ലേ? ഹാരി, രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അങ്ങനെ നടത്തേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ചർച്ചയിൽ രമേശ് ചെന്നിത്തല വെറും ഒരു മധ്യസ്ഥന്റെ ശ്രമത്തിലേക്ക് മാത്രം കാര്യങ്ങൾ നിന്നു. രമേശ് ചെന്നിത്തല നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാകട്ടെ ഉമ്മൻചാണ്ടി തള്ളി, VM സുധീരൻ തള്ളി. ഹൈക്കമാൻഡ് വകവെച്ചില്ല. AK ആന്റണിയെ കണ്ട് AK ആന്റണിയുടെ നിർദ്ദേശങ്ങൾ എന്ന തരത്തിലൊക്കെ ഉമ്മൻചാണ്ടി തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ പൂർണ്ണമായും അപ്രസക്തനായി പോയി. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച തന്ത്രം എന്ന നിലയിൽ ചില യൂത്ത് കോൺഗ്രസ് KUC നേതാക്കളെയൊക്കെ I ഗ്രൂപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ രമേശ് ചെന്നിത്തല ശ്രമിച്ചു. പക്ഷെ അതും ഉണ്ടായില്ല. അവസാനം ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ ഒരു ആശയവിനിമയം പോലും നടത്താനാകാത്ത വിധത്തിൽ രമേശ് ചെന്നിത്തലയും I ഗ്രൂപ്പും പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു. സന്തോഷ്, ഇനി ഒരുപക്ഷെ സുധീരൻ ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം, സമീപ ഭാവിയിൽ തന്നെ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം, കാരണം അദ്ദേഹം തന്നെ
കളങ്കിതർ എന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ നേതാക്കൾക്കും സീറ്റ് നൽകിയിരിക്കുന്നു. അവരെ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ തന്നെ അവരെ ന്യായീകരിക്കേണ്ട വലിയൊരു ഗതികേടിലേക്ക് സുധീരൻ അധപ്പതിച്ചു എന്നുകൂടി പറയേണ്ടി വരും നമുക്ക്, അല്ലേ? തീർച്ചയായും ഹാരി. കാരണം ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളൊക്കെ ആരോപണ വിധേയരെന്ന് തള്ളിക്കളഞ്ഞ VM സുധീരൻ അതെല്ലാം വിഴുങ്ങേണ്ടി വരുന്നു. അത് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ അവരെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുക എന്നത് ഒന്ന്. പിന്നെ രണ്ട്, KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നു. അധ്യക്ഷനാണോ ഇനി ഉമ്മൻചാണ്ടിയാണോ വലുത് എന്ന ചോദ്യത്തിന് കേരളത്തിലെ നേതാക്കൾ പലപ്പോഴും ഉമ്മൻചാണ്ടിയെ തന്നെ ഇനി അത്തരത്തിൽ മുന്നോട്ട് വയ്ക്കും. VM സുധീരൻ അവിടെ കൂടി ഒരു വലിയ റോളൊന്നും ഇല്ലാത്ത ഒരു അധ്യക്ഷനായി കൂടി ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ ഒതുങ്ങേണ്ടി വരും എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരവസ്ഥ. ദില്ലിയിൽ നിന്നും സന്തോഷ് സല്ലിംഗ്. അഴിമതി ആരോപണ വിധേയരായവർക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. VM സുധീരൻ്റെ ഉപാധികളെല്ലാം ആവശ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. ഉമ്മൻചാണ്ടിയുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഹൈക്കമാൻഡ് പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദില്ലിയിൽ നിന്നും സന്തോഷ് സല്ലിംഗ്. സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസുകാർക്കും ബാധ്യതയുണ്ടെന്ന് VM സുധീരൻ പറഞ്ഞു. എല്ലാം തികഞ്ഞവരായിരിക്കില്ല സ്ഥാനാർത്ഥി പട്ടിക. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് താൻ പിറകോട്ട് പോകുന്ന പ്രശ്നമില്ലെന്നും VM സുധീരൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള അഭിപ്രായങ്ങളും സമാഹരിക്കുന്നതിനും ആരായുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും കേട്ട് പാർട്ടിയെയും കേരളത്തിലെ മുന്നണിയെയും നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിന് ഉത്തമമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരും അംഗീകരിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് എന്നുമുള്ളത്. ഇപ്പോഴും ആ പാരമ്പര്യം തുടരുന്നതാണ്. സ്വാഭാവികമായും കോൺഗ്രസ്സിന് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴല്ല, പണ്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി ജനങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് എപ്പോഴത്തെയും സമീപനം. കോൺഗ്രസിലെ സീറ്റ് തർക്കം തെരഞ്ഞെടുപ്പിൽ UDFനെ ബാധിക്കില്ലെന്ന് K മുരളീധരൻ. തർക്കങ്ങൾ ഇതിനു മുൻപും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. ചില സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് തർക്കം. ഇതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. 5 സീറ്റ് തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തു. അത് കോൺഗ്രസ് അധ്യക്ഷയും ഉപാധ്യക്ഷനും ചേർന്ന് അവർ തീരുമാനം അറിയിക്കും. തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. തർക്കം എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ല. അത് മുൻകാലങ്ങളും തർക്കം ഉണ്ടായിട്ടുണ്ട്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയ ചരിത്രം വരെയുണ്ട് 2001. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പോര് മുറുകുന്നതിനിടെ ബുധനാഴ്ച UDF യോഗം ചേരുന്നു. ഘടകകക്ഷികളുമായി നിലനിൽക്കുന്ന സീറ്റ് തർക്കം യോഗം ചർച്ച ചെയ്യും. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന നിലപാടായിരിക്കും ഘടകകക്ഷികൾ സ്വീകരിക്കുക. സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പോര് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകില്ല എന്ന നിലപാടാണ് പ്രമുഖ ഘടകകക്ഷികളായ ലീഗിനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമുള്ളത്. എത്രയും വേഗം നേതാക്കൾ തമ്മിലുള്ള ശത്രുത പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന് സജ്ജമാകണമെന്ന നിലപാട് ഇവർ യോഗത്തിൽ സ്വീകരിക്കും. അരൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ തന്നെയാണ് RSP. ഇക്കാര്യം മന്ത്രി ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചു. അരൂരിന് പകരം കയ്പമംഗലം നൽകാമെന്ന കോൺഗ്രസ് നിലപാട് RSPക്ക് സ്വീകാര്യമല്ല. കൂടുതൽ സീറ്റുകൾ വേണമെന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നിലപാടും കോൺഗ്രസ് തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ KM മാണി തന്റെ അതൃപ്തി യോഗത്തിൽ അറിയിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ജോണി നെല്ലൂർ ഉന്നതാധികാര സമിതി അംഗത്വം രാജിവെച്ചതും UDFന് തിരിച്ചടിയായി. ജേക്കബ് ഗ്രൂപ്പ് പിളർപ്പിന്റെ വക്കിലെത്തിയതും UDFനെ സംബന്ധിച്ച് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഇക്കാര്യവും യോഗം ചർച്ച ചെയ്യും. KPCC അധ്യക്ഷൻ VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും 2 തട്ടിലായത് UDFനെയും പ്രതിസന്ധിയിലാക്കും. തെരഞ്ഞെടുപ്പിൽ കൂട്ടായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഇത് തിരിച്ചടിയാകുമെന്നും ഘടകകക്ഷികൾ വിലയിരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
JDU-മായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാകും മുൻപേ അമ്പലപ്പുഴയിൽ JDU സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ. JDU സ്ഥാനാർത്ഥി ഷേഖ് പി ഹാരിസിന്റെ പോസ്റ്ററുകളാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ പ്രചരിച്ചത്. ഷേഖ് പി ഹാരിസ് മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണവും ആരംഭിച്ചു. ഇത് അമ്പലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജോണി നെല്ലൂർ രാജിവെച്ചു. UDF ഉന്നതാധികാര സമിതി അംഗത്വവും അദ്ദേഹം ഒഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് 3 സീറ്റ് വാങ്ങി നൽകാൻ തനിക്ക് കഴിയാതെ വന്നതോടെയാണ് പാർട്ടി വിടുന്നതെന്ന് ജോണി നെല്ലൂർ പ്രതികരിച്ചു. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും UDFനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. 23 വർഷമായി UDF ഉന്നതാധികാര സമിതിയിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. മനസ്സ് വേദനിച്ചുകൊണ്ടാണെങ്കിലും UDF ഉന്നതാധികാര സമിതി അംഗത്വവും UDFിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടിയുള്ള സമിതിയിലെ അംഗത്വവും ഞാൻ രാജിവെക്കുന്നു. ഈ സീറ്റ് ചർച്ചയിൽ പാർട്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 3 സീറ്റുകളെങ്കിലും വാങ്ങിയെടുക്കാൻ കഴിയാത്തത് പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവ് കുറവും എൻ്റെ പരാജയവുമാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് 23 വർഷം ചെയർമാനായി ഞാൻ പ്രവർത്തിച്ച പാർട്ടി കഴിവുകെട്ട ഒരു ചെയർമാൻ ആ പാർട്ടിക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആ പാർട്ടിയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ബുദ്ധിമുട്ടാകും എന്നുള്ള സത്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം വളരെ വ്യസനത്തോടു കൂടി രാജിവെക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചതോടെ DCC അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട് മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്ത് വന്നു. തർക്കത്തെ തുടർന്ന് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർന്നു. 2 സീറ്റുകൾ പിടിച്ചെടുത്ത സുധീര പക്ഷത്തിനെതിരെ AI ഗ്രൂപ്പുകളിൽ പ്രതിഷേധവും ശക്തമായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ തിരിച്ചടി നേരിട്ടതോടെയാണ് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർപ്പിലേക്ക് നീങ്ങുന്നത്. മുതിർന്ന I ഗ്രൂപ്പ് നേതാവ് മന്ത്രി CN ബാലകൃഷ്ണൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് നേതൃത്വം പരിഗണന നൽകിയില്ല. വടക്കാഞ്ചേരിയിൽ അജിത് കുമാർ, തൃശൂരിൽ TV ചന്ദ്രമോഹൻ, ചാലക്കുടിയിൽ ജോസ് വള്ളൂർ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. എന്നാൽ ഇവരിൽ ഒരാൾക്ക് പോലും സീറ്റ് ലഭിച്ചില്ല. മാത്രമല്ല, മന്ത്രി എതിർത്തിരുന്ന അനിൽ അക്കരിക്ക് വടക്കാഞ്ചേരിയിൽ സീറ്റ് നൽകാൻ ധാരണയായി. ഒല്ലൂരിൽ സിറ്റിംഗ് MLA MP വിൻസെന്റിനെ മാറ്റി നിർത്തണമെന്ന മന്ത്രി CN ബാലകൃഷ്ണന്റെ ആവശ്യം നിരാകരിച്ച ഒല്ലൂരിൽ തന്നെ വിൻസെന്റിനെ പരിഗണിച്ചു. ഇതും കടുത്ത അതൃപ്തിക്ക് കാരണമായി. ഇതോടെ DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തി. MP വിൻസെന്റിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പിലെ മറ്റൊരു വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തതോടെ ഗ്രൂപ്പ് പിളർപ്പിലെത്തി. ഗ്രൂപ്പുകൾ നിർദ്ദേശിച്ച TJ സനീഷ് കുമാറിനെ ഒഴിവാക്കി സുധീരപക്ഷത്തിന്റെ സുന്ദരൻ കുന്നത്തുള്ളിക്കാണ് പുതുക്കാട് സീറ്റ് നൽകിയത്. ജില്ലയിൽ 2 സീറ്റുകൾ പിടിച്ചെടുത്തതോടെ സുധീര വിഭാഗത്തിനെതിരെ ഇരു ഗ്രൂപ്പുകളും രംഗത്തെത്തി. വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ DCC ഭരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് I ഗ്രൂപ്പിലെ പ്രബല വിഭാഗത്തിന്റെ തീരുമാനം. ഇതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലവേദന ഇരട്ടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയത്തിനു പിന്നിൽ സാമുദായിക നേതാക്കൾ ഇടപെട്ടതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച ആലപ്പുഴ DCC പ്രസിഡന്റിന് സീറ്റ് നൽകാത്തതിനു പിന്നിൽ ചില ഗൂഢശക്തികൾ ഇടപെട്ടതായും ഇതിൽ ശക്തമായി പ്രതികരിക്കുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തരമന്ത്രിയും തന്റെ ഗ്രൂപ്പ് നേതാവുമായ രമേശ് ചെന്നിത്തലയെ പരസ്യമായി അപമാനിച്ചതിനെതിരെയാണ് ആലപ്പുഴ DCC പ്രസിഡന്റ് A ഷുക്കൂർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. പിന്നീട് SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ആലപ്പുഴ DCC എടുത്ത തീരുമാനം KPCC പ്രസിഡന്റിന്റെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഷുക്കൂറിന്റെ പേരും ജില്ലയിൽ സജീവ ചർച്ചാവിഷയമായിരുന്നു. ഷുക്കൂറിന് ആലപ്പുഴ ജില്ലയിൽ സീറ്റ് നൽകാൻ പാടില്ല എന്ന് ശക്തമായ നിലപാട് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായതായാണ് സൂചന. ഷുക്കൂറിന് സീറ്റ് നൽകിയാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ SNDP ചെന്നിത്തലയെ സഹായിക്കില്ല എന്ന് ഭീഷണിയും മുഴക്കി. ഇതാണ് ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാൻ കാരണമായത്. അതായത് ശ്രീനാരായണീയരുടെ സമൂഹം തിരിച്ചറിയും. ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ദർശനവും ഉൾക്കൊള്ളുന്നവർ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയും. എന്നാൽ ഈ കച്ചവടക്കാരുടെ പതനവുമായിരിക്കും. നേരത്തെ അമ്പലപ്പുഴ സീറ്റ് JDUവിന് നൽകാനുള്ള തീരുമാനം മാറ്റാൻ കാരണവും ആലപ്പുഴ DCCയുടെ പ്രതിഷേധമായിരുന്നു. പിന്നീട് ഷുക്കൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന ലഭിച്ചു. PDJSയുമായി കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ സ്ഥാനാർത്ഥി നിർണയമായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മതനേതാവിന് വേണ്ടി സ്വന്തം ഗ്രൂപ്പുകാരനായ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുത്തിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്.
ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 2005 തിരുവനന്തപുരം ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CK പത്മനാഭന്റെ തോൽവിക്ക് കാരണം BJP നേതാക്കൾ പണം വാങ്ങി വോട്ടുമറിച്ചത് മൂലമാണെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് പീപ്പിൾ TV പുറത്തുവിട്ടു. അഡ്വക്കേറ്റ് പത്മകുമാർ, സുരേന്ദ്രൻ, MS കുമാർ, PK കൃഷ്ണദാസ്, പ്രൊഫസർ നാരായണൻ നായർ തുടങ്ങി 47 പേർ UDFന് വേണ്ടി പ്രവർത്തിച്ചെന്നും മോഹൻ ശങ്കർ അധ്യക്ഷനായ 3-അംഗ കമ്മീഷൻ കണ്ടെത്തി. KC വേണുഗോപാൽ, ശിവകുമാർ എന്നിവരുടെ BJP ബന്ധവും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. 2005 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CK പത്മനാഭന്റെ തോൽവിക്ക് കാരണം വോട്ട് ചോർച്ചയും വോട്ട് കച്ചവടവുമാണെന്ന് തോൽവിയെക്കുറിച്ച് അന്ന് അന്വേഷണം നടത്തിയ മോഹൻ ശങ്കർ അധ്യക്ഷനായ 3-അംഗ സമിതി കണ്ടെത്തിയിരുന്നു. RSS സംവിധാനം തെരഞ്ഞെടുപ്പിൽ നിഷ്ക്രിയമായിരുന്നുവെന്നും അന്നത്തെ BJP ദേശീയ സെക്രട്ടറി L. ഗണേഷ് RSS പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും രംഗത്തുണ്ടായിരുന്നുവെന്നും കമ്മീഷന് മുമ്പാകെ ചില പ്രമുഖ നേതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട PP മുകുന്ദൻ പാർട്ടി പ്രവർത്തകർക്കാണെങ്കിൽ 20 ലക്ഷവും മറ്റുള്ളവർക്ക് 25 ലക്ഷവും ആവശ്യപ്പെട്ടുവെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് പത്മകുമാർ, സുരേന്ദ്രൻ, MS കുമാർ, PK കൃഷ്ണദാസ്, പ്രൊഫസർ നാരായണൻ നായർ തുടങ്ങിയ 47 പേർ UDFന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും മോഹൻ ശങ്കർ അധ്യക്ഷനായ 3-അംഗ കമ്മീഷന്റെ സുപ്രധാന കണ്ടെത്തലുകൾ. KC വേണുഗോപാൽ, ശിവകുമാർ എന്നിവരുടെ BJP ബന്ധവും തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവർ BJP പ്രാദേശിക നേതാക്കളുടെ വീടുകളിൽ രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് തെളിവുകൾ സഹിതം കമ്മീഷൻ റിപ്പോർട്ട് വിമർശിക്കുന്നു. വഞ്ചിയൂരിൽ BJP നേതാവിന്റെ വീട്ടിൽ നടന്ന കുടുംബയോഗത്തിൽ KC വേണുഗോപാൽ പങ്കെടുത്തു. KG മാരാരുടെ കാലത്തെ കോലീബി സഖ്യം തുടർന്നതാണ് BJPയുടെ തകർച്ചയ്ക്ക് കാരണമെന്നും തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം കമ്മീഷൻ റിപ്പോർട്ടിലെ ആരോപണ വിധേയരായ നേതാക്കൾ ഇക്കുറി മത്സരത്തിനുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് CPIM നേതാക്കളെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. 100% ആത്മവിശ്വാസത്തോടെയാണ് മത്സരിക്കുന്നതെന്ന് മുകേഷ് പറഞ്ഞു. ബന്ധുക്കളോടൊപ്പമാണ് മുകേഷ് CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയത്. ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ മുകേഷിനെ സ്വീകരിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസിന്റെ കാൽതൊട്ട് വന്ദിച്ച് മുകേഷ് അനുഗ്രഹം വാങ്ങി പിന്തുണ തേടി. 100% വിജയം മാത്രമേ തന്റെ മുമ്പിലുള്ളൂ എന്ന് മുകേഷ് ആത്മവിശ്വാസം രേഖപ്പെടുത്തി. താൻ ഇടതുപക്ഷത്താണ് എന്നും ഉണ്ടായിരുന്നത്. BS സർക്കാരിന്റെ കാലത്ത് സംഗീത നാടക അക്കാദമി ചെയർമാനായത് CPIM നോമിനിയാണെന്ന നിലയിലാണെന്നും മുകേഷ് പറഞ്ഞു. കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ട ഒരു നിമിഷം എന്ന് പറയുന്നത് ഞാൻ മുകേഷ് കഥകൾ എഴുതിയപ്പോൾ അത് വായിച്ച ഒരാൾ പറഞ്ഞു, കൊല്ലം SN കോളേജിൻ്റെ അംബാസഡർ ആകണം, അതുവഴി കൊല്ലത്തിൻ്റെ അംബാസഡറായി മുകേഷിനെ പ്രഖ്യാപിക്കണമെന്ന് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ആ നിമിഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനം തോന്നിയത്. അപ്പം അത് ഇപ്പോഴും നിങ്ങൾ അത് തിരിച്ച് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണം, സന്തോഷം നൽകണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക്. ബന്ധുബലവും വലിയ സുഹൃത്തു വലയവും ഇടതുപക്ഷ മനസ്സും മുകേഷിനെ വിജയത്തിലെത്തിക്കുമെന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.